Dear students, good morning. നമ്മൾ ഇതോടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ. ഓക്കെ, നമ്മൾ ഡിബെഞ്ചറിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ കഴിഞ്ഞ ലാസ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ഓഫ് ഡിബെഞ്ചർ ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിന് ഇൻട്രസ്റ്റ് കൂടി ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത് അല്ലെ. എല്ലാ മാസവും സെപ്റ്റംബർ 30-നും മാർച്ച് 31-നും ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ. അപ്പോൾ ആ ഈ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ എങ്ങനെയാന്നുള്ളതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചറിനെ കുറിച്ചുള്ള മാത്രമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ രണ്ട് രീതിയിലുണ്ട്. രണ്ട് രീതിയിലുള്ള കൊട്ടേഷൻ ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ഉണ്ടാവുക. ഒന്നെങ്കിൽ അത് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയും, എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. മറ്റൊന്ന് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. കം എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ EX, മറ്റത് കം. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് എന്നുള്ള വാക്കിൻ്റെതാണ്, അതായത് എക്സ്ക്ലൂസീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്നുള്ളതാണ്. കം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഷോർട്ടാക്കി നമ്മൾ കം എന്നാ വായിക്കുന്നത്. ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്നുള്ളതിന്റെ ഷോർട്ടാണ്. ഓക്കെ, അപ്പൊ എക്സ്ക്ലൂസീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ, ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ്, എക്സ് കം, അങ്ങനെയാണ് നമ്മൾ പറയാം. എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ, കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഓക്കെ, എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ക്യുമുലേറ്റീവ് വരാം. കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ, അതായത് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ്. എന്താ? ഒരു സാധനത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഉൾക്കൊള്ളുന്നു എന്ന് പറയാനാണ് ക്യുമുലേറ്റീവ് എന്ന് പറയാം. എക്സ്ക്ലൂസീവോ അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞതോ ഏതെങ്കിലും സാധനം ഒന്നിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് നമ്മൾ എക്സ്ക്ലൂസീവ് എന്ന് പറയാം. അപ്പം ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഡിബെഞ്ചറിന്റെ ഒരു വില നിശ്ചയിക്കപ്പെട്ടാൽ, ഒരു ഡിബെഞ്ചറിന്റെ വില എക്സാമ്പിൾ പറയാം, ഒരു ഡിബെഞ്ചറിന് 1000 രൂപ വില എന്ന് പറഞ്ഞാൽ അത് കം ഇൻട്രസ്റ്റ് അതായത് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണെങ്കിൽ ഈ 1000 രൂപയിൽ അതിന്റെ ഇൻട്രസ്റ്റ് പ്രൈസും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. അതായത് ഈ 1000 രൂപയാണ് ഇൻട്രസ്റ്റിന്റെ പ്രൈസ് എന്ന് വെച്ചോ, ആ 1000 രൂപ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഈ 1000 രൂപയിൽ ആ ഇൻട്രസ്റ്റിന്റെ പൈസയും കൂടി പെട്ടിട്ടുണ്ട്. അതിന് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. എത്രയാണോ ഡിബെഞ്ചറിന്റെ വില ആ വിലയിൽ ഇൻട്രസ്റ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സ്ക്ലൂസീവ് അതായത് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ 1000 രൂപ എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് പറയാണ് ഇൻട്രസ്റ്റ് എക്സ്ക്ലൂസീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഈ 1000 രൂപയിൽ ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ ഇൻട്രസ്റ്റിന്റെ റേറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ പേ ചെയ്യണം എന്നർത്ഥം. ഓക്കെ, ഒന്നുകൂടി പറയാണ്, കം ഇൻട്രസ്റ്റ് അതായത് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിബെഞ്ചറിന്റെ വിലയിൽ അതായത് പർച്ചേസ് പ്രൈസിൽ, ഒരു ഡിബെഞ്ചറിന്റെ പർച്ചേസ് പ്രൈസിൽ അതിന്റെ ഇൻട്രസ്റ്റും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റിന്റെ അർത്ഥം. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ ഇൻട്രസ്റ്റ് വേറെ സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യണം എന്നാണ്. ഇനി എന്തിനാണ് ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാല് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആണ്. നമ്മൾ ഈ ഡിബെഞ്ചർ എന്തിനു വേണ്ടിയിട്ടാണ് റിഡംഷൻ ചെയ്യുന്നത്? ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആണ്. ഉടനെ തന്നെ അത് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാനാണ്, ആ ലാബിലിറ്റി ഒഴിവാക്കി കളയാനാണ് നമ്മൾ തിരിച്ചു പോകാൻ, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പോകുന്നത് ആ ലാബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ ലിമിറ്റഡ് ഡിസൈഡഡ് ടു റെഡീം 6% ഡിബെഞ്ചേഴ്സ് ഓഫ് ₹1000 ഇൻട്രസ്റ്റ് പേയബിൾ ഹാഫ് ഇയർലി ഓൺ 30th September and 31st March each year. ഓക്കെ, എ ലിമിറ്റഡ് എന്ന കമ്പനി ഡിസൈഡഡ് ടു റെഡീം 6% ഡിബെഞ്ചേഴ്സ് ഓഫ് ₹10,000 10,000 രൂപയുടെ 10,000 ഡിബെഞ്ചർ അല്ല, ₹10,000 ആണ്. 10,000 രൂപയുടെ 6% ഇൻട്രസ്റ്റ് വിലയുള്ള ഡിബെഞ്ചർ എ ലിമിറ്റഡ് റെഡീം ചെയ്യാൻ, തിരിച്ചു വാങ്ങാൻ, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചു എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. ആ ഡിബെഞ്ചറിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് അവരുടെ കയ്യിൽ ഡിബെഞ്ചർ വെക്കുന്ന കാലത്തോളം നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ആ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഹാഫ് ഇയർലി. ഒരു വർഷത്തിൽ 6 മാസം കൂടുമ്പോഴാണ് കൊടുക്കുന്നത് ഹാഫ് ഇയർലി. ഒന്ന് എല്ലാ മാസവും സെപ്റ്റംബർ 30-നും പിന്നെ അടുത്ത ഹാഫ് മാർച്ച് 30. അപ്പൊ എല്ലാ വർഷവും സെപ്റ്റംബർ 30-നും മാർച്ച് 31-നാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഓൺ 1 ജൂൺ 2020 ജൂൺ
2020 ജൂൺ 1 ഇറ്റ് പർച്ചേസ്ഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ₹10,000. ആ 10,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് എന്ത് ഈ കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. എങ്ങനെ വാങ്ങിയത്? ഈ ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ടാണ് വാങ്ങിയത്. അത് നേരിട്ടല്ല, മാർക്കറ്റിൽ പോയിട്ടാണ് വാങ്ങിയത്. ഓക്കെ, അറ്റ് ₹97 97 രൂപക്കാണ് വാങ്ങിയത്. ഓക്കെ, അതായത് 10,000 രൂപയുടെ ഡിബഞ്ചർ എത്ര രൂപക്ക്? 97 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 10,000 രൂപ 97 രൂപക്ക് എന്നല്ല പറഞ്ഞത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, ഒന്നിന്റെ വില 100 എന്നാണ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അതായത് ഒന്നിന്റെ വില 100 എന്നാണ് ഉദ്ദേശിച്ചത്. അതിൽ 10,000 രൂപയുടെ ഡിബഞ്ചറാണ് മൊത്തമുള്ളത്. ഒരു ഡിബഞ്ചറിന്റെ വില 100 ആണ്. അങ്ങനത്തെ ഡിബഞ്ചർ ഒന്നിന് 97 വെച്ചിട്ടാണ് ഇവർ വാങ്ങിയത്. ഈ ഇയർ ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. ഇതിന് വേണ്ടിയിട്ടാണ് ഇമ്മീഡിയറ്റ് ഉടനെ തന്നെ അത് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങുന്നത്. ഓക്കെ, ഈ ജേണൽ എൻട്രി ഇഫ് ദ പ്രൈസ്, ജേണൽ എൻട്രി ഏതാണ് പറഞ്ഞത്? ഇഫ് ദ പ്രൈസ് ഈസ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. അതായത് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷനിലാണ് പ്രൈസ് വെച്ചെങ്കിൽ എങ്ങനെയാണ് ജേണൽ, അതേമാതിരി എക്സ്ക്ലൂസീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷനിലാണ് പ്രൈസ് വെച്ചെങ്കിൽ എങ്ങനെയാണ് ജേണലിൽ എന്നുള്ളതാണ് കാണിക്കാൻ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കുക, എന്തിനാണ് ഈ ഇൻട്രസ്റ്റ് ശ്രദ്ധിക്കുക? എല്ലാ വർഷവും സെപ്റ്റംബർ 30 മാർച്ച് 31 ഇൻട്രസ്റ്റ് തരുന്നത്. അതാണ് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പിന്നെ ഡിബഞ്ചർ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡിബഞ്ചർ വാങ്ങുന്നത് എപ്പോഴാണ്? ജൂൺ 1 ശ്രദ്ധിക്കുക, ജൂൺ 1. ഇപ്പൊ ജൂൺ 1 തൊട്ട് മുമ്പ് ഇൻട്രസ്റ്റ് എന്തായാലും പേ ചെയ്തത് 2020 ജൂൺ 1 വാങ്ങുന്നത്. അപ്പൊ 2020 മാർച്ച് 31 അവസാന ഇൻട്രസ്റ്റ് കൊടുത്തത് അല്ലേ? 2020 മാർച്ച് 31. ഇനി എപ്പോഴാണ് കൊടുക്കുക? 2020 സെപ്റ്റംബർ 30 കൊടുക്കുക. പക്ഷെ അതിന്റെ മുമ്പായിട്ട് 2020 മാർച്ച് 31 ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. പക്ഷെ പിന്നെ അടുത്ത സെപ്റ്റംബർ 30 ആവണതിന് മുമ്പ് കമ്പനി അവരിൽ നിന്ന് തിരിച്ചു വാങ്ങി. എന്നാ വാങ്ങിയത്? ജൂൺ 1. അപ്പൊ ജൂൺ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജൂൺ 1 എന്ന് പറഞ്ഞാൽ ജൂൺ ആയി കിട്ടണ്ട. പക്ഷെ മാർച്ച് 31 കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ഈ 2 മാസത്തെ ഇൻട്രസ്റ്റ് ശരിക്കും അവർക്ക് കൊടുക്കണ്ടേ? ജൂണിലെ ലെവൽ വാങ്ങിയത്. അപ്പം മാർച്ചിൽ കൊടുത്തിട്ടുണ്ടാവും, പിന്നെ ഏപ്രിൽ മെയ് വാക്കിയില്ലേ? അപ്പൊ ആ 2 മാസത്തെ ഇൻട്രസ്റ്റ് കൂടി അവർക്ക് കൊടുക്കണ്ടേ? അപ്പൊ ഈ ഡിബഞ്ചറിന്റെ വിലയോട് കൂടി എന്ത് ചെയ്യണം? ആ ഇൻട്രസ്റ്റ് പ്രൈസ് കൂടി കൂട്ടി കൊടുക്കണം. അപ്പൊ നമ്മൾ വാങ്ങുന്നത് കം ഇൻട്രസ്റ്റ് കൊട്ടേഷനിലാണെന്ന് പറഞ്ഞാൽ, ക്യുമുലേറ്റീവിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വിലയിൽ ആ ഇൻട്രസ്റ്റും ഉൾപ്പെട്ടിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വിലയിൽ ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ടില്ല, ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് കൊടുക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി എങ്ങനെയാണ് അതിന്റെ ജേണൽ എഴുതാൻ നോക്കുക? വളരെ സുഖമാണ്, ശ്രദ്ധിക്കാം. ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ഓഫ് ആണ് എഴുതുന്ന ജേണൽ. പിന്നെ ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിലാകുമ്പോ ഇങ്ങനെയല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്വന്തം ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വാങ്ങുന്നത്. പർച്ചേസ് ഓഫ് ഓൾ ഡിബഞ്ചർ ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ് ഫോർ 2 പർപ്പസിനാണ്. ഒന്ന് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനും മറ്റൊന്ന് ഫോർ ഇൻവെസ്റ്റ്മെന്റും ആണ് അല്ലേ? അപ്പൊ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ എങ്ങനെയാണ് ഈ ഇൻട്രസ്റ്റ് കൊട്ടേഷൻ കാണിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആകുമ്പോൾ ചെറിയ മാറ്റമുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ചെയ്യും. ഓക്കെ, വളരെ എളുപ്പമാണ്. ഫസ്റ്റത്തെ ജേണൽ നമ്മൾ ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് പറയുന്നത്. ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷനിലുള്ള ജേണലാണ് നമ്മൾ പറയുന്നത്. കോളം വെക്കുക, അതല്ല 2 3 കോളം. ഇവിടെ ഡേറ്റ് ഒക്കെ ഇവിടെ ഡേറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. ഓക്കെ, ക്യുമുലേറ്റീവ് എന്താണ്? ഫസ്റ്റ് 6% ഇൻട്രസ്റ്റ്. അല്ലെ, ഇൻട്രസ്റ്റിന്റെ റേറ്റ് എത്ര പറഞ്ഞു? 6%. 6% ഡിബഞ്ചേഴ്സ്, 6% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ഇൻട്രസ്റ്റ് കൊടുക്കൂലേ? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ശ്രദ്ധിക്കുക, ജേണൽ കഴിഞ്ഞില്ല. ഇത്ര കാര്യം നോക്കുക. 6% നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ക്യുമുലേറ്റീവിൽ അവിടെ എന്താ പറഞ്ഞത്? നമ്മൾ എത്രയാണ് അവർക്ക് കൊടുക്കുന്നത് അതിൽ ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയാണ് അവർക്ക് കൊടുക്കുന്നത്? മൊത്തം 10,000 രൂപയുടെ ഡിബഞ്ചർ ആണത്. അതിൽ ഒന്നിന്റെ വില 100 രൂപയാണ്. അപ്പൊ പെട്ടെന്ന് ഇവിടെ നമുക്ക് മനസ്സിലായി ഇവിടെ 100 ഡിബഞ്ചർ ആണ് വരുന്നത്. 100 ഡിബഞ്ചർ, 100 ഡിബഞ്ചർ ഒന്നിന് 100 രൂപ വെച്ച് നോക്കുമ്പോൾ മൊത്തം 10,000 രൂപയായി. ഓക്കെ, 100 ഡിബഞ്ചർ ആണ്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നത് എത്ര രൂപക്കാണ്? 97 രൂപക്കാണ് അല്ലെ? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 97 രൂപക്കാണ് വാങ്ങുന്നത്. അപ്പൊ 100 90 എത്രയാണ്? 19,700
10,100 ഒറിജിനൽ. പക്ഷെ നമ്മൾ എത്ര രൂപ കൊടുക്കുന്നുള്ളൂ? 9,700. ആ 9,700 കൊടുക്കുള്ളൂ ഇൻട്രസ്റ്റ് അടക്കം. അതെങ്ങനെ മനസ്സിലായത്? ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കൊടുത്ത വിലയിൽ ഇൻട്രസ്റ്റും ഉൾപ്പെട്ടിട്ടുണ്ട്, ഇനിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് 9,700. അപ്പൊ ബാക്കി ഇവിടെ നോക്കി 10,200 രൂപയുടെ സാധനം 9,700 രൂപക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ എന്തുണ്ട്? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അല്ലേ? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. എത്ര രൂപ ഉണ്ടാവും? 400 രൂപ ഉണ്ടാവും അല്ലേ? 400 രൂപ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? ഇതാണ് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഇനി നമ്മൾക്ക് എക്സ്ക്ലൂസീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എങ്ങനെ വരാൻ നോക്കുക. എക്സ്ക്ലൂസീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ, അതായത് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എങ്ങനെ വരാൻ നോക്കുക. എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഓക്കെ, ഇതേപോലെ തന്നെയാണ് 6% ഡിബഞ്ചേഴ്സ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ എക്സ്ക്ലൂസീവ് ആണ്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത വില, പറഞ്ഞ വില എന്ന് പറഞ്ഞാൽ 97 രൂപ വെച്ച് 100 ഡിബഞ്ചറിന് 9,700 ആണെന്ന് പറഞ്ഞ വില. 9,700. ഈ 9,700 എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞാൽ ആ 9,700 എന്ത് പെട്ടിട്ടില്ല എന്നാണ്? എന്ത് എക്സ്ക്ലൂഡ് ആണെന്ന് പറയും? ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡ് ആണ്, ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഈ 9,700 മാത്രം കൊടുത്താൽ പോരാ, പിന്നെ ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്താണ് 6% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ എത്ര? നമ്മൾ 10,000 രൂപ. അതിന്റെ ഒറിജിനൽ ഇൻട്രസ്റ്റ് എത്ര? നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. 2 മാസത്തിന് എത്ര രൂപ ഇൻട്രസ്റ്റ് ഉണ്ടാവും? 100 ഉണ്ടാവും. അപ്പൊ നമ്മൾ അവർക്ക് എത്ര കൊടുക്കേണ്ടി വരും? ശരിക്കും 9,700 97 രൂപ വെച്ച് 9,700 കൊടുക്കേണ്ടി വരും. പിന്നെ 100 രൂപ വേറെ സെപ്പറേറ്റ് ഇൻട്രസ്റ്റിന്റെ കൊടുക്കേണ്ടി വരും, കാരണം ഇൻട്രസ്റ്റ് അതിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ 9,800 ഉണ്ടാവും. 9,800 എങ്ങനെ പറഞ്ഞത്? 9,700 നമ്മൾ പറഞ്ഞ വില എങ്ങനെ? 97 രൂപ വെച്ച് പ്ലസ് 100 രൂപ ഇൻട്രസ്റ്റ്, അങ്ങനെ 9,800 കൊടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ എത്ര പ്രോഫിറ്റ് ഉണ്ടാകും? To profit on redemption of debentures, to profit on redemption of debentures account എത്ര ഉണ്ടാവും? ഇത് 10,100 ആണ്, ഇവിടെ 9,800 ആണ്. അത്ര 300 രൂപ പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് വ്യത്യാസം. ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എക്സ്ക്ലൂസീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വിലയിൽ, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് പ്രൈസ്, ആ പർച്ചേസ് പ്രൈസിൽ എന്ത് ഉൾപ്പെട്ടിട്ടില്ല? ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ടില്ല. നമ്മുടെ പർച്ചേസ് പ്രൈസ് ഇവിടെ 97 രൂപയാണ് ഒരു ഡിബഞ്ചറിന്, പക്ഷെ അതിൽ എന്തിട്ടില്ല? ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് 9,700 പ്ലസ് 100 വേറെ 9,800 കൊടുക്കേണ്ടത്. പക്ഷെ ക്യുമുലേറ്റീവിൽ അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് പ്രൈസിൽ, അതായത് ആ 97 രൂപയിൽ എന്ത് ഉൾപ്പെട്ടിട്ടുണ്ട്? അതിന്റെ ഇൻട്രസ്റ്റും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ 97 × 100 9,700 ആണ് നമ്മൾ ക്യുമുലേറ്റീവിൽ എഴുതിയിരുന്നത്. ഓക്കെ, ബാക്ക് ടു ബാങ്ക് എന്നുള്ളത് 9,700. ഇവിടെ എന്തായി? എക്സ്ക്ലൂസീവ് എത്രയായി? 9,700 പ്ലസ് 100 9,700 ആയി. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. ഓക്കെ, എക്സ്ക്ലൂസീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ, ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഓക്കെ, ഇത് ശരിക്കും ശ്രദ്ധിക്കുക, എന്നാലും മനസ്സിലാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് റിഡംഷൻ ബൈ കൺവേർഷൻ എന്നുള്ള ഒരു ഏരിയയിലേക്കാണ് ഇനി അടുത്തത് നമുക്ക് പോകാനുള്ളത്. അത് നിങ്ങളുടെ ചാപ്റ്ററിന്റെ അവസാനത്തെ പോർഷൻ